ഹായ്, എല്ലാവരും സുഖാണോ? ഓക്കെ, സുഖാണ് വിശ്വസിക്കുന്നു. സോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് എക്സിറ്റ് പോകുമ്പോൾ, ഞങ്ങൾ സൗദിയിൽ നിന്ന് എക്സിറ്റ് പോകുമ്പോൾ നമുക്ക് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ആക്കേണ്ടത് ഫസ്റ്റ് കോൺട്രാക്റ്റ് വായിച്ചിട്ട് നോട്ടീസ് പീരീഡ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് 60 90 ഡേയ്സോ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. സോ ആ നോട്ടീസ് പീരീഡിൽ ഇപ്പോൾ ഞങ്ങൾ റിസൈൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇപ്പോൾ നോട്ടീസ് പീരീഡിലാണ് ഞങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെല്ലാം ചെയ്യണോ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനെ കുറിച്ചായിരിക്കും ഈ വീഡിയോ. ഡൂസ് ആൻഡ് ഡോൺട്സ്. ഓക്കെ, സോ ഡൂസ് ആൻഡ് ഡോൺട്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഞങ്ങൾ ചെയ്യണോ എന്തെല്ലാം ഞങ്ങൾ ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ 90 ഡേയ്സ് കറക്റ്റായിട്ട് ഡ്യൂട്ടി കംപ്ലീറ്റ് ആക്കാൻ ട്രൈ ചെയ്യണം. ലീവ് ഒന്നും എടുക്കാണ്ട് 90 ഡേയ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഡ്യൂട്ടിക്ക് പോയിരിക്കണം. അങ്ങനെ ഡ്യൂട്ടി ടൈമിങ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ആക്കിയിരിക്കണം. കോ വർക്കേഴ്സിൻ്റെ ഒപ്പരാവട്ടെ, മാനേജ്മെൻറ്റിൻ്റെ ഒപ്പരാകട്ടെ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ വെച്ചിരിക്കണം. യാറിൻ്റെ ഒപ്പരോ എന്നാ പറയുക, ഒരു കോൺഫ്ലിക്റ്റിനെ നിൽക്കാണ്ട് ജസ്റ്റ് നിങ്ങൾ അത് സ്മൂത്തായിട്ട് നിങ്ങളുടെ ഈ 90 ഡേയ്സ് പോകുന്ന പോലെ നിങ്ങൾ നോക്കണം. പിന്നെ പറയുന്നത്, നിങ്ങളുടെ റിസൈൻ ലെറ്ററിൻ്റെ കോപ്പി നിങ്ങളുടെ അടുത്ത് വെച്ചോളണം. അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം അവർ നിങ്ങൾക്ക് തരും. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച് മേടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഈ 90 ഡേയ്സിൽ അവർ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് അവർ ഒരു സ്റ്റാഫിനെ അസൈൻ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റാഫിന് നിങ്ങൾ ചെയ്യുന്ന വർക്കെല്ലാം പ്രോപ്പറായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് നിങ്ങൾ പോയാൽ അവരാണ് നിങ്ങളുടെ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ റീപ്ലേസ്മെൻറ്റിന് വരുന്ന സ്റ്റാഫിന് എത്ര ആവും അത്ര കാമായിട്ടും, പിന്നെ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഒന്ന് കാമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ട്രൈ ചെയ്യുക.